നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. മുഷ്കാക്കിൽ ട്രെയിൻ തട്ടിയെടുത്ത ബലൂച്ച് ലിബറേഷൻ ആർമി. 450 യാത്രക്കാർ ബന്ദികൾ. 11 പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ആക്രമണം ജാഫർ എക്സ്പ്രസിന് നേരെ. ജമ്മുകശ്മീരിൽ 2 തീവ്രവാദ സംഘടനകൾക്ക് നിരോധനം. അവാമി ആക്ഷൻ കമ്മിറ്റിക്കും ഇത്തിഹാദുൾ മുസ്ലിമിക്കും 5 വർഷം വിലക്ക്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആഭ്യന്തര മന്ത്രാലയം. ആശമാർക്ക് കേന്ദ്രം വക ആശ്വാസം. ധനസഹായം വർദ്ധിപ്പിക്കും. ആശമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. കേന്ദ്രം കണ്ണീരിന് വില നൽകിയെന്ന് ആശമാർ. നമ്മളെല്ലാരും പരിഹസിച്ചിട്ട് 30 ദിവസം വെയിലും മഴയും കൊണ്ടിട്ടാണ് നമ്മൾ കരയുന്നല്ല. എന്നാലും നമുക്ക് ഒരുപാട് ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കും. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്തു. 450 യാത്രക്കാരെ ബന്ദികളാക്കി. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ തട്ടിയെടുത്തത്. ട്രെയിനിൽ 100ഓളം പാക് പട്ടാളക്കാർ ഉണ്ടായിരുന്നതായും വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ 11 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. കൊച്ചിയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിനിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിലവിലെ സാഹചര്യം എന്താണ്? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം ലഭ്യമാകുന്നത്, ഇത് സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ ട്രെയിനിലുണ്ടായിരുന്ന സിവിലിയൻസിനെ വിട്ടയച്ചു എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ സിവിലിയൻസിനെ വിട്ടയച്ചതിന് ശേഷം 182 പേർ മാത്രമാണ് ഇപ്പോൾ ബന്ദികളായി തുടരുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും, അല്ലെങ്കിൽ ഏറ്റവും പുതിയ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ 11 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ സ്ഥിരീകരിച്ചിരുന്നു. അത് പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി തന്നെ അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 480 പേർ ബന്ദികളാക്കപ്പെട്ടു എന്നാണ് അന്ന് നേരത്തെ വന്ന ലഭ്യമായ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ സൂചന വരുന്നത് വസ്തുതയാണെങ്കിൽ കുറേ കൂടി പേരെ മോചിപ്പിച്ചിട്ടുണ്ട്. 182 പേർ മാത്രമാണ് ഹോസ്റ്റേജസ്, അതല്ലെങ്കിൽ ബന്ദികളായി ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ മിലിറ്ററിക്കാർ മുഴുവൻ ആ ട്രെയിനിലുണ്ടായിരുന്ന 100ഓളം മിലിറ്ററി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്ന വിവരമാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. ആ 100ഓളം മിലിറ്ററി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അവിടെ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് എന്ന സ്ഥിരീകരിക്കാത്ത ഒരു പുതിയ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം. ഈ 450 പേരിൽ 11 പേർ കൊല്ലപ്പെട്ടു എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ 11 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മഷ്കാഫ് എന്ന് പറയുന്ന ഈ ബോലൻ ജില്ലയിലെ മഷ്കാഫ് എന്ന് പറയുന്ന ഇടങ്ങളിലും ദാദർ എന്ന് പറയുന്ന ആ മേഖലയിലുമാണ് ഈ റെയിൽ പാളത്തിൽ ബോംബ് വെച്ചതിന് ശേഷം ഈ ട്രെയിൻ, അതായത് ജഫർ എക്സ്പ്രസിൻ്റെ യാത്ര തടയുകയും അത് എക്സ്പ്രസിനെ എക്സ്പ്രസ്സിലെ യാത്രക്കാരെ ബന്ദികളാക്കുകയും ചെയ്തത്. ബന്ദികളാക്കിയതിന് ശേഷം വീണ്ടും ഈ പട്ടാളം ആ കാര്യത്തിൽ ഇടപെടുന്നത് കർശനമായി തടയുന്നൊരു നീക്കം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവരെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികളൊന്നും തന്നെ യാഥാർത്ഥ്യമാകാത്തൊരു സാധ്യത നിലനിന്നിരുന്നു. ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ചില സിവിലിയൻസിനെ മോചിപ്പിച്ചു, അല്ലെങ്കിൽ 200ഓളം പേരെ മോചിപ്പിച്ചു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. എന്നാൽ ഇത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ആ മേഖലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേരെ കൃത്യമായ സൈനിക നീക്കങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സൈനിക നീക്കങ്ങൾ ഇനിയും തുടർന്നാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയത്. ആ പാകിസ്ഥാന് നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് ആക്രമണത്തിന് തിരഞ്ഞെടുക്കുകയും ഈ ട്രെയിൻ ഒരു ടണലിൻ്റെ, അതായത് നമുക്കറിയാവുന്നതാണ് ഖൈബർ പങ്ക്തുൻഖ്വ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ നിരവധി പർവ്വതനിരകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതിൻ്റെ ടണൽ 8 എന്ന് പറയുന്ന ആ പ്രദേശത്തെ ടണൽ മാർക്കിന് അപ്പുറത്തേക്ക് ട്രെയിൻ കടന്ന ആ നിമിഷം തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. ഇതിൽ ഒരു ട്രെയിനിൻ്റെ ബോഗി മറിഞ്ഞു എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ പ്രദേശത്തേക്ക് അന്താരാഷ്ട്ര മാധ്യമ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ മാധ്യമ ഏജൻസികളെയോ വാർത്താ ഏജൻസികളെയോ അടുപ്പിക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സൈന്യമോ അല്ലെങ്കിൽ അനുബന്ധ സംവിധാനങ്ങളോ ഒന്നും തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അവിടെ എത്തിപ്പെട്ടിട്ടുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായൊരു നീക്കം തന്നെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയായി തുടരുന്നുണ്ട്.
ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു നടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേ പാളത്തിൽ കൃത്യമായി സ്ഥാപിച്ച ബോംബ്, അതിലൂടെയാണ് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. തുടർന്നാണ് ഈ ഒരു ട്രെയിനിനെ അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തട്ടിയെടുക്കുന്ന തരത്തിലേക്ക് സ്ഥിതിഗതികൾ വഷളാകുന്നത്. നേരത്തെ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായ ഈ പാക് സൈനികർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ ഒരു ബോഗിയുടെ ഭാഗത്താണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായൊരു ആസൂത്രിത രീതി ഇതിന് പിന്നിലുണ്ടെന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും ആസൂത്രണം വളരെ സമഗ്രമായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ വിവിധ സൈനിക മേധാവികളുടെ എല്ലാം തന്നെ ഇത് സംബന്ധിച്ച ഭാരതത്തിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും വരുന്ന പ്രതികരണങ്ങൾ പഠിക്കുമ്പോൾ വളരെ ആസൂത്രണം ചെയ്ത്, അതായത് ഒരു ദിവസം കൊണ്ടൊന്നുമില്ല, വളരെ കൃത്യമായൊരു ആസൂത്രണം ഈ നടപടിക്ക് അല്ലെങ്കിൽ ഈ ആക്രമണത്തിനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായി തുടരുകയാണ്. അതിൻ്റെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യതയാർന്ന ഒരു ആക്രമണമാണ് നടന്നത്. ഈ ആക്രമണം നടന്ന പ്രദേശം, അതായത് ഈ ടണലേറ്റ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് റോഡുകളോ അല്ലെങ്കിൽ അനുബന്ധ സംവിധാനങ്ങളോ കാര്യമായി ഇല്ലാത്തൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സൈന്യം അവിടേക്ക് എത്തിപ്പെടുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ എയർ ഡ്രോപ്പിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈസിയായി നടക്കുന്നൊരു പ്രദേശമല്ല എന്നതും അത്തരത്തിലുള്ളൊരു പ്രദേശം തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ടണലിൻ്റെ രണ്ട് വശങ്ങളിലേക്കും, അതായത് ടണലിൽ നിന്ന് ഈ ട്രെയിൻ പുറത്ത് കടന്നുവെങ്കിൽ കൂടി ടണലിൻ്റെ രണ്ട് വശങ്ങളിലും കൃത്യമായി ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും ആ റെയിൽ പാളം തന്നെ തകർത്ത് കളയുകയും ചെയ്തൊരു സാഹചര്യമാണ്. റെയിൽ പാളം തകർക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ട്രെയിൻ ഒരു വിധത്തിലും പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാധ്യതയുണ്ടാകും. സ്വാഭാവികമായും അത് പിടിച്ചെടുക്കുന്നതിനും ഇത്തരത്തിലുള്ള തട്ടിയെടുക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്താൻ സാധിക്കുമെന്ന ആ ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ആക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ സംഭവം നടന്നയുടൻ, ട്രെയിൻ നിന്നയുടൻ തന്നെ ഈ ആർമിക്കാരുള്ള ബോഗികളിലേക്കും അല്ലാത്ത ബോഗികളിലേക്കും ശക്തമായ വെടിവെപ്പ് ഉണ്ടായതായും വിവരങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായാണ് 11 പേർ മരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു കമ്പാർട്ട്മെൻറ്റ്, ഒരു ബോഗി മറിഞ്ഞ് വീണ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ആ ഒരു അപകടം കൂടി മരണസംഖ്യയിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് സാഹചര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ടവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ജമ്മു കശ്മീരിലെ അവാമി ആക്ഷൻ കമ്മിറ്റിയും ഇത്തിഹാദുൽ മുസ്ലിമി എന്നീ സംഘടനകൾ നിരോധിച്ചു. അടുത്ത 5 വർഷത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുള്ളത്. സംഘടനകളിലെ അംഗങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായും കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് മറ്റു വിവരങ്ങൾ? ജമ്മുകാശ്മീർ പ്രവർത്തിക്കുന്ന 2 സംഘടനകളാണ് നിരോധിച്ചിരിക്കുന്നത്. ജമ്മുകാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമി, അവാമി ആക്ഷൻ കമ്മിറ്റി എന്നീ 2 സംഘടനകളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UAPA ആക്ട് പ്രകാരം നിരോധിച്ചിരിക്കുന്നത്. ഇരു സംഘടനകളും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരായി പ്രവർത്തിക്കുന്നതായി, മാത്രമല്ല തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം അടക്കം ലഭ്യമാക്കുന്നതായി കണ്ടെത്തിയൊരു പശ്ചാത്തലത്തിലാണ് UAPA നിയമപ്രകാരം 5 വർഷത്തേക്ക് ഇരു സംഘടനകൾക്കും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി മൗറീഷ്യസിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ദേശീയ പതാകയുമേന്തിയാണ് പ്രവാസികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഭാരതം സാമ്പത്തിക സഹായം നൽകുന്ന 20 പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഈയൊരു സന്ദർശനത്തിലൂടെ സാധ്യമാക്കും. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഐസൻ, പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായൊരു സ്വീകരണമാണ് മൗറീഷ്യസിൽ ലഭിച്ചത്. ഒപ്പം ഇനി കാണേണ്ടത് മൗറീഷ്യസുമായി ഒപ്പുവെക്കുന്ന നിർണായകമായ ചില ധാരണാപത്രങ്ങളാണ്. ഒപ്പം അവിടുത്തെ ദേശീയ ദിനാഘോഷത്തിൽ അദ്ദേഹം വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. എത്രത്തോളം ആ ഒരു നിർണായകമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനം?
തീർച്ചയായും വിഷ്ണു, ഏറെ നിർണായകമാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം, മൊറീഷ്യസ് സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ മൊറീഷ്യസ് എന്ന് പറയുന്ന രാജ്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തുള്ള രാജ്യമാണ്. നമുക്കറിയാവുന്നതാണ്, സൗത്ത് ആഫ്രിക്കൻ കോസ്റ്റിനോട് ചേർന്നുള്ള ഇന്ത്യൻ ഓഷ്യനിൽ നിലനിൽക്കുന്ന ഈ രാജ്യമായതുകൊണ്ട് തന്നെ ഏറെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം കൂടിയാണ് ആ രാഷ്ട്രം. ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്, ആ രാഷ്ട്രത്തിനെ ഭാരതത്തിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ ഈ സമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വിവിധങ്ങളായ നിരവധിയായ നീക്കങ്ങൾ നടത്താൻ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ള നിരവധിയായ ധാരണകളും അതുപോലെ തന്നെ മറ്റു കരാറുകളും ഒപ്പുവയ്ക്കുക എന്നതാണ് ഈ സന്ദർശനം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നാളെയാണ് മൊറീഷ്യസിൻ്റെ ഏറ്റവും സുപ്രധാനമായ ദേശീയ ദിനം. 57ാം ദേശീയ ദിനത്തിൽ അദ്ദേഹം വിശിഷ്ടാതിഥിയായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. രാജ്യത്തിൻ്റെ എല്ലാ നേതാക്കളും തന്നെ, പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി, അതുപോലെ തന്നെ സിവിൽ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഈ നയതന്ത്ര സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു സൈനാണ് ഇത്തരത്തിലുള്ള എല്ലാ നേതാക്കളും, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലെത്തി മറ്റൊരു രാജ്യത്തെ അതിഥിയെ സ്വീകരിക്കുന്ന ആ ഒരു രീതി, ശൈലി ലോക നയതന്ത്രത്തിൽ ഏറെ പ്രധാനമാണ്. അത്തരത്തിലൊരു ശൈലിയുടെ ഭാഗമായി ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഉന്നതമായ പദവികളിൽ, ഭരണഘടനാ പദവിയിലുള്ള എല്ലാവരും തന്നെ വന്ന് സ്വീകരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗീത് ഗവായ് എന്ന് പറയുന്ന, അതായത് ഭോജ്പുരി സംഗീത, പരമ്പരാഗതമായ ഒരു സംഗീത അവതരണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നൽകി അദ്ദേഹത്തെ വളരെ സന്തോഷവാനാക്കി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കമാണ് അവർ നടത്തുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്ന ഒരു ശൈലി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 മുതൽ നടത്തുന്ന എല്ലാ വിദേശ രാഷ്ട്ര സന്ദർശനങ്ങളും ഈ ശൈലി അദ്ദേഹം തുടരുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇത്തവണയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ഭാരതീയരുമായുള്ള സംവാദം നടത്തുകയും അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, ദൃശ്യങ്ങളിൽ ഭാരതത്തിൻ്റെ പതാകയുമായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മൊറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയുടെയും അവരുടെ ഭരണഘടനാ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അന്താരാഷ്ട്ര തലത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഷിപ്പിംഗ് അതുപോലെ തന്നെ സമുദ്ര ഗതാഗതം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള നിരവധി ധാരണകളുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ആശാ വർക്കർമാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം അതാത് സംസ്ഥാനങ്ങൾക്കാണെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ആശമാർക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് പുറമെ പ്രവർത്തന മികവിന് അധിക ആനുകൂല്യങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളിലും ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തി. ദേശീയ ആരോഗ്യ മിഷന് കീഴിൽ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായമടക്കം നൽകുന്നതായും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുജന ആരോഗ്യരംഗം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ചുമതലയും സംസ്ഥാന സർക്കാരുകൾക്കാണ്. അതിനാൽ തന്നെ ആശമാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടതെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ മികച്ച പ്രവർത്തനം കാട്ടുന്ന ആശമാർക്ക് അധികമായി ആനുകൂല്യങ്ങൾ അനുവദിക്കാറുണ്ടെന്നും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ നൽകുന്ന 2000 രൂപയ്ക്ക് പുറമെ യൂണിഫോം, ID കാർഡ്, സൈക്കിൾ, മൊബൈൽ ഫോൺ, സിം കാർഡ്, ഡയറി തുടങ്ങിയവയ്ക്കായി പ്രത്യേക ആനുകൂല്യങ്ങളും മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രൂപ്പിന് അധിക ആനുകൂല്യവും നൽകാറുണ്ട്. 10 വർഷമെങ്കിലും ആശയായി ജോലി ചെയ്ത് വിരമിക്കുമ്പോൾ 20,000 രൂപ കേന്ദ്ര സർക്കാർ പ്രത്യേകമായി നൽകും. ഇതിനു പുറമെ 2018 മുതൽ PM ജീവൻ ജ്യോതി ഭീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നീ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾക്ക് ആശമാർ അർഹരാണ്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻ ധൻ പദ്ധതി വഴി 60 വയസ്സിന് ശേഷം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലും രാജ്യത്തെ ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.